ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ 4ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ 2 ടേമാണ് പഠിച്ചത്, ഐസോടോപ്പും ഐസോബാറും. ഇനി അതിൻ്റെ ബാക്കി ഇന്ന് പഠിക്കണം. എന്നിട്ട് പുതിയ കുറേ കാര്യങ്ങൾ കൂടെ പഠിക്കണം. കുറച്ച് പേര് നല്ല മടിയന്മാരാണ്. അസൈൻമെൻറ്റ് എഴുതി അയക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. മടി തീരെ പാടില്ലേ മക്കളെ. നമുക്ക് പറയുന്ന കാര്യം പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തു തീർക്കണം, എന്നാലേ പറ്റുള്ളൂ. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് +1 +2 ഒരുപാട് പഠിക്കാനുള്ള, അപ്പം അതിൻ്റെയൊക്കെ ചെറിയൊരു തുടക്കമാണ് ബ്രിഡ്ജ് കോഴ്സ്. അപ്പോൾ മടി കൂടാതെ അസൈൻമെൻറ്റുകൾ എഴുതുക. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ തരുള്ളൂ. പഠിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പേടിയില്ലാണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ പേടി മാറ്റുക എന്നതാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ദേശം. പേടിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. അത് മാത്രമേ നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പറ്റും, ഡോണ്ട് വറി. അപ്പോൾ ഇന്നലെ കേട്ടത് ഐസോബാർ എന്നുള്ള ടേമാണ്. പുതിയ ടേമുകളെ പറ്റിയിട്ടുള്ള നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോവാണ്. അടുത്ത ടേം നമുക്ക് കേൾക്കേണ്ടത് ഐസോടോൺ. ഐസോടോപ്പ് ഉണ്ടായിരുന്നു, ഐസോബാർ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഐസോടോൺ. ഐസോടോൺ എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത തരം മാറ്റങ്ങൾ. അതിന്റെ രണ്ടിന്റെയും ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഐസോടോൺ എന്ന് വിളിക്കും. എന്താണ്? 2 വ്യത്യസ്ത ആറ്റങ്ങളുടെ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും? ഐസോടോൺ. They are the atoms of different elements having same number of neutrons. അപ്പോൾ അങ്ങനെ കേട്ടാൽ മനസ്സിലാവില്ല. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഞാൻ സോഡിയം ആറ്റം എടുത്തു. സോഡിയം 1123 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഞാൻ എടുത്തു 23 - 11. എത്ര ന്യൂട്രോൺ ഉണ്ട്? 12 ന്യൂട്രോൺ ഉണ്ട്. ഞാൻ മെഗ്നീഷ്യം എടുത്തു. മെഗ്നീഷ്യം 1224. ഞാൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എടുത്തു 24 - 12. ഇവിടെ എത്രയാണ്? 12 ന്യൂട്രോൺ. അപ്പോൾ സോഡിയം മെഗ്നീഷ്യം 2 എൻറ്റയർലി ഡിഫറെന്റ് ആറ്റംസ് ആണ്. ഇവരുടെ ന്യൂട്രോണുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ രണ്ടിൽ എത്രയാണുള്ളത്? 12 ന്യൂട്രോണുകൾ വീതമുള്ളത്. സോ നമുക്ക് ഇതിനെ രണ്ടിൽ ഇത് വിളിക്കാം. വി ക്യാൻ കോൾ ദം ആസ് ഐസോടോൺ. ഓക്കെ, ഞാൻ ഫ്ലൂറിൻ എടുത്തു. ഫ്ലൂറിൻ 9 19 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് 10 ആണ്. നിയോൺ 10 20 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്? 10 ആണ്. അപ്പൊ എനിക്ക് ഫ്ലൂറിനെയും നിയോണിനെയും എന്ത് വിളിക്കാം? ഐസോടോൺ എന്ന് വിളിക്കാം. എളുപ്പമല്ലേ? നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഐസോടോൺ എന്ന് വിളിക്കും. ഐസോടോൺസ് ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. Isotons are the atoms of different elements having same number of neutrons. ഇതാണ് എക്സാമ്പിൾ. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ചോദ്യത്തിൽ 2 ആറ്റങ്ങൾ തന്നിട്ട് ഐസോടോൺ ആണോ അല്ലയോ എന്ന് നോക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ച് രണ്ടിന്റെയും ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഐസോടോൺ എന്ന് വിളിക്കാം. അപ്പൊ നെക്സ്റ്റ് ചോദിക്കൂ, ഐസോടോൺ. Isotons are the atoms of different elements. Isotons are the atoms of different elements having same number of neutrons. Atoms of different elements having same number of neutrons. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോടോൺ. ഇനി അടുത്തത് ഐസോടോൺ കഴിഞ്ഞു. അടുത്തത് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. Its name is isoelectronic. Isoelectronic. എന്തായിരിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകൾ എന്നാ വിളിക്കുക. ഐസോ ഇലക്ട്രോണിക് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സെയിം നമ്പർ ഓഫ് എന്തായിരിക്കും? ഇലക്ട്രോണുകൾ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകൾ. ഉദാഹരണത്തിന് ഞാൻ സോഡിയം 11+ എടുത്തു. ഇലക്ട്രോണുകളുടെ എണ്ണം ഞാൻ ഇങ്ങനെ കാണുക 11- ചാർജ് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 10 ഇലക്ട്രോൺ. ഞാൻ ഫ്ലൂറിൻ മൈനസ് എടുത്തു. ഫ്ലൂറിൻ 9- ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കാണും? 9 - -1 എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോണുകൾ? 10 ഇലക്ട്രോണുകൾ. ഞാൻ മെഗ്നീഷ്യം 2+ എടുത്തു. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 12 - 2 എന്ന് വെച്ചാൽ എത്രയുണ്ട്?
10 ഇലക്ട്രോണുകൾ. അപ്പോ ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ഐസോ ഇലക്ട്രോണിക്. ഐസോ ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ എന്താണ്? If the number of electrons are same for different atoms or different species, we can call them as isoelectronic species-കൾ. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ടേമുകളാണ് പഠിച്ചത്. ഒന്ന് ഐസോട്ടോൺ, രണ്ടാമത്തെ എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകൾ. അപ്പോൾ നെക്സ്റ്റ് എഴുതിക്കോ, ഐസോ ഇലക്ട്രോണിക്. The species with same number of electrons, the species with same number of electrons are known as isoelectronic. The species with same number of electrons are called as isoelectronic. അപ്പോൾ നമ്മൾ ആറ്റങ്ങളെ പറ്റി പഠിച്ചു. ആറ്റങ്ങളുണ്ട്, ആറ്റങ്ങളുടെ സിമ്പൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ആ റെപ്രസെന്റേഷനിൽ നിന്ന് അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് എങ്ങനെ കാണാം? ഒരു മോളിക്യൂളിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എങ്ങനെ കാണാം? ഒരു സ്പീഷീസിലെ ചാർജ്ഡ് അയോണുകളിലെ ചാർജ്ഡ് ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എങ്ങനെ കാണാമെന്ന് പഠിച്ചു. എന്നിട്ട് 4 ടേമുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഐസോടോപ്പ് എന്താന്ന് പഠിച്ചു, ഐസോബാർ എന്താന്ന് പഠിച്ചു, ഐസോട്ടോൺ എന്താന്ന് പഠിച്ചു, ഇപ്പൊ എന്ത് പഠിച്ചു? ഐസോ ഇലക്ട്രോണിക് എന്താന്ന് പഠിച്ചു. ഇനി നമുക്ക് ഈ ആറ്റങ്ങളുടെ, മോളിക്യൂളുകളുടെ ഭാരങ്ങളെ കൊണ്ട് പറയാം. ഭാരം, എത്ര ഭാരം ഉണ്ടാവും, ഇത്ര ആറ്റങ്ങൾ ചേർന്നാൽ, ഇത്ര തന്മാത്രകൾ ചേർന്നാൽ എത്ര ഭാരം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോൾ ആദ്യം എന്തിലേക്ക് പോവാണ്? ആറ്റങ്ങളിലേക്ക് പോവാണ്. എന്നിട്ട് നമുക്ക് എന്തിലേക്ക് പോവാം? മോളിക്യൂളിലേക്ക് പോവാം. സോ ഐ ആം ആസ്കിങ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് എൻ ആറ്റം? വാട്ട് ഈസ് ദ മാസ് ഓഫ് എൻ ആറ്റം? ഞാൻ പറയാൻ പോകുന്നത് ഒരു ആറ്റത്തിന്റെ മാസിനെ കൊണ്ടാണ്. വാട്ട് ഈസ് ദി മാസ് ഓഫ് എൻ ആറ്റം? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് എത്ര മാസ് ഉണ്ടാവും? ഒരു ഓക്സിജൻ ആറ്റത്തിന് എത്ര മാസ് ഉണ്ടാവും? ഒരു സോഡിയം ആറ്റത്തിന് എത്ര മാസ് ഉണ്ടാവും? ഒരു അലൂമിനിയം ആറ്റത്തിന് എത്ര മാസ് ഉണ്ടാവും? ഒരു ആറ്റത്തിന്റെ മാസിന് എന്താ നമ്മൾ പേര് വിളിക്കുക? നോ, യു cannot call it as atomic mass. അറ്റോമിക് മാസ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. ഒരു ആറ്റത്തിന്റെ മാസിന് നമ്മൾ അറ്റോമിക് മാസ് എന്നല്ല പറയാ, നമ്മൾ പറയുന്ന പേര് അബ്സല്യൂട്ട് അറ്റോമിക് മാസ് എന്നാണ്. മാസ് ഓഫ് എൻ ആറ്റത്തിന് വിളിക്കുന്ന പേരെന്താണല്ലോ മക്കളെ? ഇറ്റ് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് അറ്റോമിക് മാസ്. അപ്പോൾ അടുത്ത ഹെഡിങ് വേണം നോട്ടില്. എന്താണ്? അബ്സല്യൂട്ട് അറ്റോമിക് മാസ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. എന്താണ്? അബ്സല്യൂട്ട് അറ്റോമിക് മാസ്. അബ്സല്യൂട്ട് അറ്റോമിക് മാസ്. Absolute atomic mass. Heading എഴുതിക്കോ, absolute atomic mass. Absolute atomic mass. Absolute atomic mass is the mass of an atom. Absolute atomic mass is the mass of an atom. Absolute atomic mass is the mass of an atom. ഇനി എത്രയായിരിക്കും absolute atomic mass? ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്. And what will be the absolute atomic mass of hydrogen atom? That will be equal to AAMU. അയ്യോ, പുതിയ രണ്ട് സാധനം. AAMU. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്ര? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതെന്തായിരിക്കും? AAMU ആയിരിക്കും. A എന്ന് വെച്ചാൽ എന്താണ്? This is the mass number. അപ്പോൾ മാസ് പറയണമെങ്കിൽ നമ്മൾ എന്തിനെടുക്കണം? മാസ് നമ്പർ എടുക്കണം. മാസ് നമ്പർ ഹൈഡ്രജൻ എത്രയാണ്? 1 AM. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? 1 AM. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 16 AMU. ഞാൻ എന്തെടുത്തു? അതിന്റെ അറ്റോമിക് മാസ് എടുത്തു 16, മാസ് നമ്പർ എടുത്തു 16, എന്നിട്ട് അതിന്റെ അപ്പുറത്ത് എന്തും കൂടെ എഴുതിയിട്ടുണ്ട്? AMU എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്താ നമുക്ക് പറയാം? ഒരു അലൂമിനിയം ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറഞ്ഞേ. 27 AMU. ഞാൻ എന്ത് ചെയ്തത്? അതിന്റെ മാസ് നമ്പർ എടുത്തു, എന്നിട്ട് എന്തും കൂടെ എഴുതി? ഒരു AMU എന്നും കൂടെ എഴുതി. ഒരു ഹീലിയം ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 4 AMU. ഇനി ഇതെന്താ AMU എന്ന് വെച്ചാൽ? എടോ, AMU എന്ന് വെച്ചാൽ ഒന്നുമില്ല, മാസിന്റെ ഒരു യൂണിറ്റാണ്. മാസിന് ഇങ്ങനെ പല പല യൂണിറ്റുകളില്ലേ? ഇപ്പോ എന്റെ ഭാരം എനിക്ക് പറയാം 74 കിലോഗ്രാം.
അപ്പൊ അതിൽ കിലോഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. ഞാൻ യൂണിറ്റുകളെ പറ്റി ക്ലാസ് എടുക്കും, ഫിസിക്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ പാഠത്തെ പറ്റി ക്ലാസ് എടുക്കും. വേണമെങ്കിൽ എനിക്ക് 74 കിലോഗ്രാം എന്നുള്ളത് എങ്ങനെയും പറയാം, എന്റെ വെയിറ്റ് 74,000 ഗ്രാം എന്ന് പറഞ്ഞൂടെ, 74 കിലോഗ്രാം എന്നും പറയാം. ഐ ക്യാൻ സേ 74,000 ഗ്രാം എന്നും പറയാം. അപ്പൊ കിലോഗ്രാമും ഗ്രാമും എന്ന് പറയുന്നത് രണ്ട് യൂണിറ്റുകളാണ്. എനിക്ക് വേണം എന്റെ മാസ് 0.78 ടൺ എന്ന് പറയാം. ഒരു ടൺ എന്ന് വെച്ചാൽ 0.78 ക്വിന്റൽ എന്ന് പറയാം. ഒരു ക്വിന്റൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം, 0.78 ക്വിന്റൽ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഭാരത്തിന് പല പല യൂണിറ്റുകളുണ്ട്. അതേപോലെ ഭാരത്തിന്റെ മാസിന്റെ വേറൊരു യൂണിറ്റ് ആണ് AMU. AMUവിന്റെ ഫുൾ ഫോം എന്താ? അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് AMUവിന്റെ പേര്. അല്ലാണ്ട് അമ്മൊന്നും അല്ലേ, എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി ഒരു AMU എന്ന് വെച്ചാൽ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു AMU എന്ന് വെച്ചാൽ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. എത്രയാ? 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. അപ്പൊ നിങ്ങൾ അസൽ മിടുക്കന്മാരല്ലേ, മിടുക്കികളല്ലേ. ഇനി പറ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ഗ്രാമിൽ എത്രയായിരിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ഗ്രാമിൽ എത്രയായിരിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് വേറെ ഒന്നും വേണ്ട, ഹൈഡ്രജൻ ആറ്റം മാത്രമേ വേണ്ടൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? 1 AMU ആയിരിക്കും. എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 1 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഈ 1.66 വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ 5/3 ഇൻറ്റു 10⁻⁻24 എന്ന് ചെയ്താൽ എളുപ്പമായിരിക്കും. അപ്പൊ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാ? 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. പറഞ്ഞേ, ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എന്തായിരിക്കും? കാർബൺ 12ന്റെ മാസ് എന്തായിരിക്കും? 12 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാം? 12 ഇൻറ്റു 5/3 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഈ 3ഉം 12ഉം ക്യാൻസൽ ചെയ്ത് പോകും. 4 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 20 ഇൻറ്റു 10⁻⁻24 ഗ്രാം. വേണമെങ്കിൽ അതിനെങ്ങനെ ഏതാ? 2 ഇൻറ്റു 10⁻⁻23 ഗ്രാം. എനിക്ക് ഒരു ആറ്റത്തിന്റെ മാസ് കാണാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? അതിന്റെ AMU എടുക്കുക. ഇനി ഉത്തരവധ ഗ്രാമിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ AMUവിനെ എന്താക്കി മാറ്റാം? 1.6 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആക്കി മാറ്റാം. ശരിയല്ലേ? ഇനി എനിക്ക് എന്ത് പറയാം? ഒരു അലൂമിനിയം ആറ്റത്തിന്റെ മാസ് പറയാം. അലൂമിനിയത്തിന്റെ മാസ് 27 ആണ്. സോ ഇറ്റ്സ് മാസ് വിൽ ബി 27 AMU. അതുപോലെ സാറേ ഗ്രാമിൽ വേണം, ആയിക്കോട്ടെ. 27 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 എന്ന് വെച്ചാൽ എത്ര വരും? 27 ഇൻറ്റു 5/3 ഇൻറ്റു 10⁻⁻24. 3ഉം 27 ക്യാൻസൽ ചെയ്യാവട്ടെ, 9 ആയി. അപ്പൊ എത്ര വരും? 45 ഇൻറ്റു 10⁻⁻24 ഗ്രാം. അപ്പൊ മിടുക്കന്മാരെ, മിടുക്കുകളെ, നമുക്ക് അബ്സല്യൂട്ട് അറ്റോമിക് മാസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഹെഡിങ് എഴുതിക്കോ, അബ്സല്യൂട്ട് അറ്റോമിക് മാസ്. It is the mass of an atom. Absolute atomic mass is the mass of an atom. Absolute atomic mass is the mass of an atom. Absolute atomic mass will be equal to, എഴുതിക്കോളെ, നോട്ടാണ് പറയുന്നത്. Absolute atomic mass will be equal to absolute atomic mass is equal to AMU. Absolute atomic mass will be equal to AMU. AMU is a unit of mass. AMU is a unit of mass. And 1 AMU is equal to, and 1 AMU is equal to 1.66 into 10⁻⁻24 gram. 1 AMU is equal to 1.66 into 10⁻⁻24 gram. ബ്രാക്കറ്റിൽ 1.66 into 10⁻⁻23 1.66 into 10⁻⁻24 gram. എൻ്റെ തെറ്റ്, സോറി. 1.66 into 10⁻⁻24 gram. ഇനി 1.6 into 10⁻⁻24 ന്റെ ബ്രാക്കറ്റിൽ വേണം എന്ത് എഴുതാം? 5/3 into
10⁻²4 gram എന്ന് കൂടെ 5/3 into 10⁻²4 gram എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ മാസ് ഓഫ് ഒന്നാമത്തത് 1 carbon 12 atom, 2 5 magnesium 24 atoms, 3 100 100 sodium 23 atoms. ഈ മൂന്നിന്റെയും എന്ത് കണ്ടുപിടിക്കുക? മാസ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കണം? ഗ്രാം കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ ചെയ്തു, നോട്ട് ചെയ്ത് നോക്കുക. ഇതിന്റെയൊക്കെ എന്ത് കണ്ടുപിടിച്ച് വെക്കുക? മാസ് കണ്ടുപിടിച്ച് വെക്കുക. അപ്പോ എനിക്ക് 1 കാർബൺ ആറ്റം കാണാം. എത്രയായിരിക്കും? 1 × 12 AMU എന്ന് വെച്ചാൽ 1 × 12 × 5/3 × 10⁻²4 gram അല്ലേ? 1 × 12 AMU. AMU ഞാൻ മാറ്റിയത് എന്താണ്? 5/3 × 10⁻²4. 3ഉം 12ഉം വെട്ടിപ്പോട്ടെ, 6 കിട്ടും. 6 × 5 എത്ര കിട്ടും? 30 × 10⁻⁻. 6 പ്രാവശ്യം പോലല്ലോ, 4 പ്രാവശ്യം. എന്തെങ്കിലും തെറ്റിപ്പോകുന്നത്? 20 × 10⁻24 gram. 5 മെഗ്നീഷ്യം 24 ഉണ്ട്. അപ്പൊ മൊത്തം മാസം എത്ര ഉണ്ടാവും? 5 × 24 AMU എന്ന് വെച്ചാൽ 5 × 24 × 5/3 × 10⁻24. അതാ ഞാൻ ചെയ്തത്. 5 × 24 × AMU എന്താക്കി മാറ്റിയത്? 5/3 × 10⁻24. 3ഉം വെട്ടിപ്പോട്ടെ, എത്ര കിട്ടി? 8. 8 × 5 40. 40 × 5 200. ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 200 × 10⁻24 gram. 100 സോഡിയം ആറ്റം, സോഡിയം 23. അപ്പൊ എനിക്കത് വേണം 100 × 23 AMU. ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 100 × 23 × 5/3 × 10⁻24. ഏതിനെ വെട്ടുക? ഒന്നിനെ വെട്ടാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 115. ഇത് രണ്ടും കൂടി 115 കിട്ടും. 00 ഡിവൈഡഡ് 3 × 10⁻24. 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3 പ്രാവശ്യം, 25 8 പ്രാവശ്യം, 10 3 പ്രാവശ്യം, 3 500 0.33 × 10⁻24. ഇവിടുന്ന് 1000 പുറത്തെടുത്താൽ 3.83 × 10⁻21 gram. ഇവിടെ 10⁻4 ഉണ്ട്. ഇവിടുന്ന് 1000 ഞാൻ പുറത്തെടുത്താൽ 3.833 × 1000 × 10⁻24 എന്നായില്ലേ? 1000 × 10⁻24 എനിക്ക് എത്ര കിട്ടും? 10⁻21 കിട്ടും. ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? അങ്ങനെയാണ് എങ്കിൽ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. ചെറിയ ചോദ്യം, നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, അതിനൊരു ട്രിക്ക്, അതിലൊരു രഹസ്യമുണ്ട്. രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ചെയ്തത് കിട്ടുമല്ലോ നോക്കും. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഹൗ മെനി ഹീലിയം ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 100 AMU of sample? How many helium atoms are present in 100 AMU of the sample? How many helium atoms are present in 100 AMU of sample? എന്ന് വെച്ചാൽ എന്താണ്? 100 AMU ഹീലിയം എടുത്താൽ അതിൽ എത്ര ആറ്റം ഉണ്ടാവും? എളുപ്പമല്ലടാ. ഒരു ഹീലിയം ആറ്റത്തിന്റെ മാസ് എത്രയാ?
4 AMU അല്ലേ? ഒരു ഹീലിയം ആറ്റത്തിന്റെ മാസ് എത്രയാണ്? 4 AMU. അതെങ്ങനെയാ? AMU ആണ്. സോ മാസ് ഓഫ് 1 ഹീലിയം ആറ്റം ഈസ് 4 AMU. അപ്പൊ 100 AMU എത്ര ഉണ്ടാവും? 100/4 മൊത്തം എത്ര ആറ്റം ഉണ്ടാവും? 25 ആറ്റം. ഭയങ്കര എളുപ്പമല്ലേ? ഇത് എവിടെ ചോദിച്ചെന്നറിയാമോ? ജെഇ ചോദിച്ച ചോദ്യം. ജെഇ എന്ന് വെച്ചാൽ IIT-യിലേക്കും NIT-യിലേക്കൊക്കെ എൻട്രൻസ്. അത് ചോദിച്ച ചോദ്യമാണിത്. 100 AMU എത്ര ഹീലിയം ആറ്റം ഉണ്ട്? 25 ആറ്റം. നിങ്ങൾക്ക് നല്ല പുഷ്പം പോലെ പറയാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ജെഇ. ഇനി അടുത്തൊരു തമാശയോടെ പറയാം. ഇനി നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. നിങ്ങൾക്ക് കോഴിക്കോട് NIT കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണമെന്ന് അറിയാവോ? 300-ൽ 110 മാർക്ക് മതി. എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു 10-26 ചോദ്യം ശരിയാക്കിയാൽ നേരെ എങ്ങോട്ട് പോവാം? കോഴിക്കോട് NIT പോവാം. അത്ര എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് വലിയ കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. പഠിക്കുന്നത് നല്ല വൃത്തിയായി പഠിച്ചാൽ മതി. സയൻസിന്റെ ഒക്കെ കാര്യത ഒരുപാട് കോംപ്ലക്സ് നോക്കി പഠിക്കേണ്ട. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നല്ല പച്ചവെള്ളം പോലെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇന്നത്തൊക്കെ പഠിച്ചു. ഐസോടോണുകളെ പറ്റി പഠിച്ചു, ഐസോ ഇലക്ട്രോണുകളൊക്കെ പറ്റി പഠിച്ചു. പിന്നെ അടുത്തതിനെ പറ്റി പഠിച്ചു? അബ്സല്യൂട്ട് അറ്റോമിക് മാസിനെ പറ്റി പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോളിക്യൂളുകളെ പറ്റി പഠിക്കണം. മോളിക്യൂളുകളുടെ മാസുകളെ പറ്റി പഠിക്കണം. അതേപോലെ അബ്സല്യൂട്ട് മോളിക്യുലർ മാസ് ഉണ്ട്. എന്നിട്ട് സ്റ്റേറ്റുകാർ മോൾ കൺസെപ്റ്റ് എന്ന് 10ാം ക്ലാസ് പഠിച്ചതും CBSE-കാർ 9ാം ക്ലാസ് പഠിച്ചതുമായ മോൾ കൺസെപ്റ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ദയവ് ചെയ്ത് 25 മിനിറ്റോ 30 മിനിറ്റോ ഉള്ള വീഡിയോസേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 20 മിനിറ്റൊക്കെ കാണുള്ളൂ. കുട്ടികളെ കൊണ്ട് ഇത് കാണാൻ പ്രേരിപ്പിക്കുക. അതുപോലെ കണ്ട കുട്ടികളെ കൊണ്ട് അന്ന് നയിക്കുന്ന അസൈൻമെന്റുകളുടെ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലേക്ക്, എൻ്റെ ഗ്രൂപ്പിലേക്കല്ല, എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് 85 93 93 94 93 എന്ന നമ്പറിലേക്ക് അയപ്പിക്കുക. കോവിഡ് കാരണം 10ാം ക്ലാസ്സിലെ അധ്യയനം നന്നായിട്ട് നടക്കാൻ പറ്റിയില്ല. നമ്മുടെ വിക്ടേഴ്സൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, സ്കൂളുകാരൊക്കെ നന്നായി ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും മുഴുവൻ പാഠങ്ങളും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് കുട്ടിക്ക് അത്യാവശ്യമാണ്. ബ്രിഡ്ജ് കോഴ്സിന്റെ ട്രെയിലറാണ് വേണമെങ്കിൽ ഇതെന്ന് പറയാം. നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം, കുട്ടികളായാലും പാരൻസ് ആയാലും ശ്രദ്ധിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും, നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ബ്രിഡ്ജ് കോഴ്സ് ജോയിൻ ചെയ്യാൻ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എല്ലാ ദിവസവും ക്ലാസ്സും വരും. ഒന്നും ചെയ്യണ്ട. എൻ്റെ വാട്സപ്പ് നമ്പർ 85 93 93 94 93 ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവരെ കൂടെ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് അവർക്കും കൂടെ ക്ലാസ് കിട്ടട്ടെ. നമുക്ക് 10-20 ദിവസം കൊണ്ട് കെമിസ്ട്രി, ഈ പറയുന്ന മോൾ കൺസെപ്റ്റ്, ഞാൻ കെമിസ്ട്രി പാഠം ഞാൻ ഇവിടെ നിർത്തി. അടുത്ത എൻ്റെ ഫിസിക്സ് എടുക്കുക, എൻ്റെ അടുത്ത് മാത്സ് എടുക്കുക. നമ്മുടെ ഫിസിക്സിലെയും മാത്സിലെയും കെമിസ്ട്രിയിലൊക്കെ ബേസിക് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ക്ലിയർ ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾ, നിങ്ങൾക്ക് പരിചയത്തിലുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന ക്ലാസ് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം കാണുന്നതുവരെ ദിസ് ഈസ് മീ JD സൈനിങ് ഓഫ്. ഒരു കാര്യം കൂടെ, ഇതിൻ്റെ അസൈൻമെന്റ് ഇന്ന് ഗ്രൂപ്പിൽ വരും. വൈകുന്നേരം 6 മണിയാകുമ്പോൾ അസൈൻമെന്റ് വരും. പിറ്റേന്ന് രാവിലെ, നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ആൻസർ എഴുതി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാം. കുട്ടികളൊക്കെ ഇപ്പോൾ വിചാരിക്കും ഇതെന്താ ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത്. ഈ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് എളുപ്പമായി തോന്നുന്നത് നമ്മൾ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമേ പഠിച്ചു തുടങ്ങി അങ്ങനെ ഗുണമുണ്ട്. കുറച്ച് പഠിച്ചാൽ ആ പഠിക്കുന്നതൊക്കെ നമുക്ക് അസലായിട്ട് മനസ്സിലാവും. ശരി, എന്തായാലും ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.